TV നൈറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുഎയിലെ വിവിധയിടങ്ങളിൽ കനത്ത മഴ, മുൻകരുതലെടുക്കണമെന്ന് മുന്നറിയിപ്പ്. ഷാർജ മലിഹയിലെ പുതിയ ഡയറി ഫാമിന്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തു ഷാർജ ഭരണാധികാരി. വെള്ളം കയറി കേടുപാടുകൾ, ദുബൈയിൽ വണ്ടി നന്നാക്കാൻ വൻ തിരക്ക്, 24 മണിക്കൂറും പ്രവർത്തിച്ച് വർക്ക്ഷോപ്പുകൾ. ഇലോൺ മസ്ക് വീഡിയോ കോൾ ചെയ്ത് ഐ ലവ് യു എന്ന് പറഞ്ഞു. യുവതിക്ക് നഷ്ടമായത് 42 ലക്ഷം. ഗതാഗത നിയമ ലംഘനങ്ങൾക്കുള്ള പിഴയിൽ ഇളവുമായി അബുദാബി പോലീസ്. ഷാർജയിലെ സ്വകാര്യ സ്കൂളുകളിൽ ഇന്നു മുതൽ വ്യക്തിഗത ക്ലാസുകൾ പുനരാരംഭിച്ചു. വാർത്തകൾ വിശദമായി. ഈ ആഴ്ച യുഎയുടെ ചില ഭാഗങ്ങളിൽ കനത്ത മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്ന് പ്രവചനം. ബുധനാഴ്ച രാത്രി മുതൽ വ്യാഴാഴ്ച വൈകിട്ട് വരെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ കൊടുങ്കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം NCM അറിയിച്ചു. അതേസമയം തിങ്കളാഴ്ച ഷാർജയിലും രാജ്യത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിലും നേരിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച സെഹൽ സലാം ഉൾപ്പെടെയുള്ള ദുബൈയുടെ ചില ഭാഗങ്ങളിൽ കനത്ത മഴയും അലൈനിൽ നേരിയ മഴയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ച രാജ്യത്തെ ചിതറിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ മിതമായതോ കനത്തതോ ആയ മഴയുണ്ടാകും. ചിലയിടങ്ങളിൽ ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ട്. ബുധനാഴ്ച രാത്രി പടിഞ്ഞാറ് നിന്ന് ആരംഭിച്ച് വ്യാഴാഴ്ച രാജ്യത്തിന്റെ മിക്ക പ്രദേശങ്ങളിലേക്കും മഴ വ്യാപിക്കുമെന്നും വ്യാഴാഴ്ച മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുമെന്നും ഔദ്യോഗിക വാർത്താ ഏജൻസി വാം വ്യക്തമാക്കി. ഷാർജ മലിഹ ഡയറി ഫാമിന്റെ ആദ്യഘട്ടം ഷാർജ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമി ഉദ്ഘാടനം ചെയ്തു. മലിഹയിലെ കൂറ്റൻ ഗോതമ്പ് ഫാമിന് സമീപം പശു വളർത്തൽ, കോഴി വളർത്തൽ പദ്ധതികൾ വരുന്ന പദ്ധതിയുടെ 3ാം ഘട്ടമായാണ് ഡയറി ഫാം രൂപീകരിച്ചിരിക്കുന്നത്. യാതൊരു മാറ്റവുമില്ലാതെ പ്രകൃതിദത്ത പാൽ ഉപഭോക്താക്കൾക്ക് നൽകാനാണ് ഡയറി ലക്ഷ്യമിടുന്നത്. മലിഹ ഏരിയയിലെ ഗോതമ്പ് ഫാമിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ അകലെയാണ് ഈ സൗകര്യം. 1000 പെൺപശുക്കളുമായി പദ്ധതി ആരംഭിക്കും. വെള്ളക്കെട്ടിൽപ്പെട്ട് കേടുപാടുകൾ സംഭവിച്ച വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി വർക്ക്ഷോപ്പുകളിൽ തിരക്കാണ്. ദുബായ്, ഷാർജ, അജ്മാൻ എമിറേറ്റുകളിലെ വർക്ക്ഷോപ്പുകളിലെല്ലാം വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞു. മഴയ്ക്ക് മുമ്പ് വലിയ തിരക്കില്ലാതിരുന്ന വർക്ക്ഷോപ്പുകളിൽ പലതും ഇപ്പോൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. നന്നാക്കാൻ എത്തിക്കുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ 100% വർധനയുണ്ടായതെന്ന് വർക്ക്ഷോപ്പ് ഉടമകൾ പറയുന്നു. അവ അതിവേഗം ശരിയാക്കി നൽകാനുള്ള സമ്മർദ്ദവും അവർ നേരിടുന്നുണ്ട്. അതിനാൽ ചെറുകിട അറ്റകുറ്റപ്പണികളൊന്നും പല വർക്ക്ഷോപ്പുകളും ഇപ്പോൾ എടുക്കുന്നില്ല. വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചുരുങ്ങിയത് 10 ദിവസമെങ്കിലും വേണമെന്നും അവർ പറഞ്ഞു. AI നിർമ്മിത ഡീപ് ഫേക്ക് വീഡിയോ കോളുകൾ കാരണം പണി കിട്ടുന്നവരുടെ എണ്ണം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. ബോളിവുഡ് സൂപ്പർ താരം രൺവീർ സിംഗ് കോൺഗ്രസിന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്ന ഡീപ് ഫേക്ക് വീഡിയോ വൈറലായതും നടൻ പരാതി നൽകിയതുമൊക്കെ വാർത്തയായി മാറിയിരുന്നു. ഇപ്പോഴിതാ സാക്ഷാൽ ഇലോൺ മസ്കിന്റെ ഡീപ് ഫേക്ക് ഉപയോഗിച്ച് യുവതിയിൽ നിന്നും 42 ലക്ഷം രൂപ കവർന്നിരിക്കുകയാണ് സൈബർ കുറ്റവാളി. അമേരിക്കൻ ശതകോടീശ്വരനായ ഇലോൺ മസ്കുമായി ഇൻസ്റ്റഗ്രാമിൽ സംസാരിക്കാൻ കഴിഞ്ഞത് ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു എന്നാണ് കൊറിയക്കാരിയായ ജിയോങ് ജി സൺ പറഞ്ഞത്. മിസ്റ്റർ മസ്ക് ആണെന്ന് അവകാശപ്പെട്ടുകൊണ്ടായിരുന്നു യുവതിയെ തട്ടിപ്പുകാർ ഇൻസ്റ്റയിലൂടെ സമീപിച്ചത്. ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴയിൽ ഇളവുമായി അബുദാബി പോലീസ്. മുൻകൂർ പേയ്മെന്റ് സംരംഭത്തിലൂടെയാണ് അബുദാബി പോലീസ് ഇതിനുള്ള അവസരം നൽകുന്നത്. ഈ പദ്ധതിയിലൂടെ ഗതാഗത നിയമം ലംഘിച്ച് ഡ്രൈവർമാർക്ക് 12 മാസത്തേക്ക് 0 പലിശയ്ക്ക് ബാങ്കുകൾ വഴി പിഴയടക്കാം. അബുദാബി പോലീസ് ജനറൽ കമാൻഡറുമായി കരാറിലുള്ള ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയോ ടാം വഴിയോ നേരിട്ടോ പണമടക്കുകയോ ചെയ്യാം. ഗുരുതര നിയമലംഘനങ്ങൾ ഒഴികെ ലംഘനം നടന്ന തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ പണമടച്ചാൽ 35% വരെ കിഴിവും, 60 ദിവസത്തിനും 1 വർഷത്തിനും ഇടയിൽ പണമടച്ചാൽ 25% വരെ കിഴിവുണ്ടായിരിക്കും. ഷാർജയിലെ സ്വകാര്യ സ്കൂളുകളിൽ ഇന്നു മുതൽ വ്യക്തിഗത ക്ലാസുകൾ പുനരാരംഭിച്ചു. ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റിയുടെ മേൽനോട്ട സംഘങ്ങൾ സ്കൂളുകളിൽ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ഷാർജയിലുടനീളമുള്ള സ്വകാര്യ സ്കൂളുകളിലെ വിദ്യാഭ്യാസ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾക്കൊപ്പം വിദ്യാർത്ഥികളും ഏപ്രിൽ 29 തിങ്കളാഴ്ച വ്യക്തിഗത ക്ലാസുകൾ പുനരാരംഭിച്ചു. ഏപ്രിൽ 16 മുതൽ പെയ്ത കനത്ത മഴയിൽ ഷാർജയിലെ നിരവധി പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ക്ലാസുകൾ ഓൺലൈനാക്കുകയും ചെയ്തിരുന്നു. ഇന്നു മുതൽ വിദ്യാർത്ഥികളെ സ്വീകരിക്കാനുള്ള അവരുടെ സന്നദ്ധത ഉറപ്പുവരുത്തുകയും സമീപകാല കാലാവസ്ഥാ മാന്ദ്യം മൂലമുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. Thank you.